ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നടന്ന UPSC എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗാനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി, ഉഴുതവയൽ. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതുമൂലം കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏത്? കുറിച്യർ കലാപം. മെസ്സപ്പട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് എന്ത്? സിഗൂറാത്തുകൾ. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര്? സുഭാഷ് ചന്ദ്രബോസ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത്? വൈക്കം സത്യാഗ്രഹം. സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത്? ആത്മവിദ്യാ സംഘം. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി, സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ കാരണം 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്: ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. 1930 ജാനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു. കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? മുഹമ്മദ് അബ്ദുറഹ്മാൻ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല? ബനാറസ് ഹിന്ദു സർവകലാശാല. 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരം ആണ്? ദിവാൻ സർ CP രാമസ്വാമി അയ്യർ. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് എന്ത്? പുഷ്പക്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീഎൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത്? അഗ്നി 5. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏത്? കൃഷ്ണ. കൃഷ്ണ നദിയുടെ നീളം 1400 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരി. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗം അല്ലാത്തത്? കൊങ്കൺ സമതലം. കൊങ്കൺ സമതലം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗങ്ങളാണ് വടക്കൻ സിർക്കസ്, കോറമാൻഡൽ തീരസമതലം, സുന്ദരവന പ്രദേശം. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ. രാജ്യസഭയുടെ അധ്യക്ഷൻ ചെയർമാനാണ്. രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ ചുമതലകളാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, സർവ്വസൈന്യാധിപൻ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ. സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത്? ഔപചാരിക ബന്ധം. ഔപചാരിക ബന്ധം എന്ന് വെച്ചാൽ ഫോർമാലിറ്റി. കുടുംബത്തിലെ ഉള്ളവരോട് ഫോർമാലിറ്റി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരും കുടുംബത്തിലുള്ളവരോട് ഫോർമാലിറ്റി ഒന്നും കാണിക്കാറില്ല. ഫോർമാലിറ്റി കാണിക്കുന്ന ആരോടാ? ഗസ്റ്റിനോട്, പുറത്തൊക്കെ ഉള്ളവരോട്, അവരോടൊക്കെയാണ് ഫോർമാലിറ്റി കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി, ഔപചാരിക ബന്ധമാണ് കറക്റ്റ് ആൻസർ. കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയായവയാണ്
ഉയർന്ന സംഘബോധം, ചെറിയ സംഘം, നിരന്തരമായ ആശയവിനിമയം. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ബി ഒൺലി 1 and 2. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്. ഇവിടെ തന്നിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവനയാണ് ഓപ്ഷൻ 3 ₹1 നോട്ട് അച്ചടിക്കൽ. ₹1 നോട്ട് അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏത്? ദേശീയ ഹരിത ട്രിബ്യൂണൽ. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. പണ്ട് കാലത്ത് ഒഡീഷ അറിയപ്പെട്ടിരുന്നത് ഉത്കലം എന്നാണ്. അപ്പോൾ ഉത്കല ആഭ്യന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിൽ. പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്ത്? ദൂരം. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ ആണ്. തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 2 ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ്. ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് വിസ്കോസിറ്റി. ഒരു കാർ 5 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ പ്രവേഗം 18 km/h നിന്ന് 36 km/h ആക്കുന്നു. അങ്ങനെയെങ്കിൽ m/s² അതിൻ്റെ ത്വരണം എത്ര? 1. വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര kWh അല്ലെങ്കിൽ kWh ആണ്? 1. 2 വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം F ആണ്. 2 പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാകും? F/4. ഈ 2 പിണ്ഡങ്ങളും ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4F ആയിരിക്കും. 2 പിണ്ഡങ്ങളിൽ 1 പകുതിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം F/2 ആയിരിക്കും. 2 പിണ്ഡങ്ങളിൽ 1 ഇരട്ടിയാകുവാണെങ്കിൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 2F ആയിരിക്കും. അതും കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? ഖരം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ്? യൂണിറ്റ് ഇല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആകെ ഊർജം സ്ഥിരമായി നിലകൊള്ളും. C14-6 ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട്? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആറ്റോമിക നമ്പറാണ്. ആറ്റോമിക നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് Z വെച്ചിട്ടാണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. മാസ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് A വെച്ചിട്ടാണ്. ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ, അതായത് A - Z ആണ്. ഇവിടെ ഈ മുകളിൽ കൊടുത്തിരിക്കുന്നതാണ് മാസ് നമ്പർ, താഴെ എഴുതിയിട്ടുള്ള നമ്പറാണ് ആറ്റോമിക നമ്പർ. അപ്പോൾ ഇവിടെ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ, അതായത് 14 - 6 8. പ്രോട്ടോണുകളുടെ എണ്ണം ആറ്റോമിക നമ്പറിന് തുല്യമാണ്. ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ഈ താഴെ എഴുതിയിട്ടുള്ള 6 ആണ്. അപ്പോൾ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ, 8 6. താഴെ പറയുന്നതിൽ ഏതാണ് സംക്രമലോഹം അല്ലാത്തത്? ഓപ്ഷൻ സി Al, അലൂമിനിയം. അന്തരീക്ഷ മർദ്ദം 1 ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത്? ഓപ്ഷൻ ബി 99.6 ഡിഗ്രി സെൽഷ്യസ്. വൈദ്യ ചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഢതയുള്ള ഉപ്പ് ലായനിയാണ്? 0.9%. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കാത്തത്? അഭികാരകത്തിൻ്റെ നിറം. രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കുന്നവയാണ് അഭികാരകത്തിൻ്റെ ഗാഢത, താപനില, പ്രകാശത്തിൻ്റെ സാന്നിധ്യം.
ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ DNA പ്രൊഫൈലിംഗ്. മനുഷ്യൻ്റെ ആദ്യ പാലിൽ, അതായത് കൊളസ്ട്രത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgA. ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രാന. ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫലോമികളെ ഏതു പേരിൽ അറിയപ്പെടുന്നു? ലാക്റ്റിയലുകൾ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡൻ. താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസീറ്റുകൾ എന്ന ഫഞ്ചൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടത് പെനിസീലിയം. ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? നോവാവാക്സ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 26 പ്രാധാന്യം എന്ത്? കണ്ടൽ ദിനമായി ആചരിക്കുന്നു. ഇനി അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും പറഞ്ഞു പോവുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ മാത്സ് സോൾവ് ചെയ്ത വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. 46 D, 47 C, 48 D, 49 B, 50 C, 51 A, 52 B, 53 A, 54 C, 55 D. 56 A, 57 B, 58 D, 59 A, 60 C. അടുത്ത പാർട്ട് ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി, വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തിവ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. വികാസത്തെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്: വികാസം അനുസ്യൂതമാണ്. ശാരീരിക വികാസത്തിൽ ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കപ്പെടുന്നു. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അടുത്തത്, സ്വയം കേന്ദ്രീകൃത അവസ്ഥ ഈഗോസെൻട്രിസം എന്നത് പിയാഷെ മുന്നോട്ട് വച്ചത് ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രാഗ്മനോവ്യാപാര ഘട്ടം. പറയുന്നവയിൽ പ്രക്ഷേപണ രീതി പ്രൊജക്റ്റീവ് ടെക്നിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി, മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെൻറ്ററി. പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണങ്ങളാണ് റോഷ മഷിയൊപ്പ് പരീക്ഷ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, പദസഹചരത്വ പരീക്ഷ. എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം അനുസരിച്ച് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ ഏവ? ഓപ്ഷൻ എ 1ഉം 3ഉം. ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും, ഇൻഡസ്ട്രിയസ്, അപകർഷത, ഇൻഫീരിയോറിറ്റി. താഴെ തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഏവ? ഓപ്ഷൻ ബി 2ഉം 4ഉം. ശരിയായ പ്രസ്താവനകൾ: പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മക ജീവിത ദർശനം എന്നീ 6 മാനദണ്ഡങ്ങൾ പരിഗണിക്കണം. ഗോർഡൻ വില്ലാർഡ് ആൽപോർട്ട്. ബോധ മനസ്സ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സ് അൺകോൺഷ്യസ് മൈൻഡ് എന്നിങ്ങനെ മനസ്സിന് 3 തലങ്ങളുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ്. തന്നിരിക്കുന്ന സമായോജന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1C, 2A, 3D, 4B. യുക്തീകരണം, റാഷണലൈസേഷൻ. പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിൻ്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിക്കുന്നു. താദാത്മീകരണം, ഐഡൻറ്റിഫിക്കേഷൻ. പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേരും പ്രശസ്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു. അനുപൂരണം, കോമ്പൻസേഷൻ. പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. പശ്ചാത്ഗമനം,
റിഗ്രഷൻ. സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചു കുഞ്ഞിനെ പോലെ പെരുമാറുന്നു. അടുത്തത്, ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു. തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു. അനുബന്ധ സിദ്ധാന്തം, ക്ലാസിക്കൽ കണ്ടീഷനിങ് അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്ത്? ഓപ്ഷൻ ഡി, ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1 സി, 2 എ, 3 ബി, 4 ഡി. പ്രശ്നപേടകത്തിലെ പൂച്ച, ശ്രമപരാജയ പഠനരീതി, ട്രയൽ ആൻഡ് എറർ തിയറി ഓഫ് ലേണിംഗ്, ബോബോ പാവ പരീക്ഷണം, നിരീക്ഷണ പഠന സിദ്ധാന്തം, തിയറി ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ്, സുൽത്താൻ എന്നു പേരുള്ള ചിമ്പാൻസി, ഗസ്റ്റാൾട്ട് സിദ്ധാന്തം, ഹെയ്ൻലെസ് ഡിലമെ, സന്മാർഗിക വികാസം, മോറൽ ഡെവലപ്മെൻറ്റ്. പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജീൻ ലേവ്, എറ്റിൻ വെങ്കർ തുടങ്ങിയവർ 1990കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പം ഏത്? സിറ്റുവേറ്റഡ് ലേണിംഗ്. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി ഏത്? പ്രതിക്രിയാ അധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്. ജീവിതത്തിൽ സന്ദർഭോചിതമായ തീരുമാനമെടുക്കാൻ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് വ്യക്തിപര ബുദ്ധി, പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് ഗാർഡനർ സൂചിപ്പിക്കുന്നുണ്ട്. താഴെ പറയുന്നവയിൽ വ്യക്തിപര ബുദ്ധിയായി കണക്കാക്കുന്നവ ഏവ? ഓപ്ഷൻ സി 2ഉം 3ഉം. വ്യക്തിയാന്തര ബുദ്ധി, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. താഴെ പറയുന്നവയിൽ പര്യാവരണത്തിൻ്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം ഏത്? ശരീരത്തിൻ്റെ ഉയരം. പര്യാവരണത്തിൻ്റെ സ്വാധീനം നിർണായകമായ ഘടകങ്ങളാണ് ബുദ്ധി, അഭിക്ഷമത, മനോഭാവങ്ങൾ. പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത് ഡാഷ് എന്നറിയപ്പെടുന്നു. സ്വാംശീകരണം. സമീപസ്ഥയായവയെ ഒരു കൂട്ടായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ ഏതിൽപ്പെടുന്നു? സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1 സി, 2 ഡി, 3 ബി, 4 എ. ZPD, വൈഗോട്സ്കി, ബ്രിഡ്ജസ് ചാർട്ട്, കാതറിൻ ബ്രിഡ്ജസ്, ക്രിയാഗവേഷണം, സ്റ്റീഫൻ എം കോറി, അഡോളസൻ്റ് അഗ്രഷൻ, ആൽബർട്ട് ബന്ദൂരെ. പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ICT പഠനം സാധ്യമാക്കുന്നതോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയതുമായ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഏത്? കോംബ്രിഡ്ജ്. ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെക്കുറിച്ചും ആ പ്രക്രിയയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ധാരണയായതിനാൽ അതീത ചിന്ത, മെറ്റാകോഗ്നിഷൻ എന്നത് ഒരു ഉയർന്ന ചിന്താശേഷിയാണ്. താഴെ പറയുന്നവയിൽ അതീത ചിന്തയുടെ ശരിയായ പ്രക്രിയാ തലങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ എ, ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ. ഭിന്നശേഷിക്കാരായവരുടെ അവകാശ സംരക്ഷണത്തിനായി 2016 നിലവിൽ വന്ന ആക്ട് ഏത്? RPWD ആക്ട്. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതി ശാസ്ത്രങ്ങളിൽ പെടാത്തത് ഏത്? പാഠപുസ്തക കേന്ദ്രീകൃത പഠനം. പെടുന്നവയാണ് അറിവ് നിർമ്മാണ പ്രക്രിയ, പ്രവർത്തനാധിഷ്ഠിതവും പ്രക്രിയാബന്ധിതവുമായ പഠനതന്ത്രങ്ങൾ, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയ രീതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയിൽ ശിശുവിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു? കോത്താരി കമ്മീഷൻ. ഇനിയുള്ളത് ഇംഗ്ലീഷും മലയാളവുമാണ്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് രണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്